നമസ്കാരം ചങ്ങായിമാരെ. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സിനിമാ കഥ ഹെഡ്ലെസ് എന്ന് പറഞ്ഞിട്ട് 2015 പുറത്തിറങ്ങിയ ഒരു ചിത്രത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ സിനിമ ഞാൻ ഒരിക്കലും ഒരാളോടും കാണണമെന്ന് സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അത്രമാത്രം ഡിസ്റ്റർബിംഗ് ആണ് ഈ സിനിമ, അത്രമാത്രം വയലൻസ് നിറഞ്ഞതാണ് ഈ സിനിമ, അത്രമാത്രം ഹോണ്ട് ചെയ്യുന്നതാണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഈ സിനിമ തീർച്ചയായും കാണരുത്. അതുപോലെ പ്രഗ്നൻ്റായ വുമൺസ് ഉണ്ടെങ്കിൽ, ലോലഹൃദയർ, അവരൊന്നും തീർച്ചയായും ഈ സിനിമയുടെ ഭാഗത്തേക്ക് തന്നെ വന്നേക്കരുത്. അത്രമാത്രം നിങ്ങളെ ഹോണ്ട് ചെയ്യും ഈ സിനിമ. അപ്പോൾ സിനിമയുടെ കഥ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും ചെറുതായിട്ട് തന്നെ പറഞ്ഞു തരാം. കാരണം ഒരുപാട് രംഗങ്ങളുള്ളതുകൊണ്ട് അതൊക്കെ സെൻസർ ചെയ്തിട്ട് വേണം പറയാൻ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, തീർച്ചയായും ഈ സിനിമ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കഠിനഹൃദയർ മാത്രം കാണുക, അത്രയ്ക്ക് ചങ്കുറപ്പുള്ളവർ മാത്രം കാണുക. സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ ഒരു മുഖംമൂടിയിട്ട മനുഷ്യൻ ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ നരകിപ്പിച്ച് കൊല്ലുന്നു എന്ന് കാണിക്കുന്നു. അതിനുശേഷം ഒരു വ്യക്തി ഒരു കൂട് തുറന്ന് അതിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. അവൻ യഥാർത്ഥത്തിൽ ഒരു സൈക്കോയാണ്. അവന് മാത്രം ഒരു മുഖംമൂടിയിട്ട കൊച്ചു ചെറുക്കനെ കാണാൻ സാധിക്കും. അത് അവൻ്റെ തോന്നലാണ്. ആ കൊച്ചു പയ്യൻ കാണിച്ചു കൊടുക്കുന്ന ഏതൊരാളെയും അയാൾ കൊല്ലും. അതാണ് അയാളുടെ ഭ്രാന്ത്. കൂട്ടിൽ നിന്നും പുറത്തു വന്ന അവൻ ഒരു ബാഗും പിന്നെ ഒരു കത്തിയും എടുത്തിട്ട് സിറ്റിയിലേക്ക് പോകുന്നു. വെള്ളടിച്ച് ഫിറ്റായ ഒരു പെണ്ണിനെ അവൻ തട്ടിക്കൊണ്ടുവരുന്നു. എന്നിട്ട് കാട്ടിനുള്ളിലുള്ള ഒരു വീട്ടിൽ കെട്ടിത്തൂക്കിയിടുന്നു. കത്തി ഉപയോഗിച്ച് അവളുടെ ഡ്രസ്സൊക്കെ കീറുന്നു. അതിനുശേഷം ആ കത്തി കൊണ്ട് തന്നെ അവൾക്ക് സെക്സ് ചെയ്തു കൊടുക്കുന്നു. അതായത് കത്തി ഉപയോഗിച്ച് അവളുടെ ജനനേന്ദ്രിയം വലിച്ച് കീറുന്നു. മാത്രമല്ല അവളുടെ സ്തനങ്ങളും അറുത്തു മാറ്റുന്നു. അതിനുശേഷം അവളുടെ തല മുറിച്ചെടുത്ത് അത് ബാഗിലെടുത്തിട്ടിട്ട് വീട്ടിലേക്ക് പോകും. അവൻ്റെ വീട്ടിൽ ഇതുപോലെ അവൻ അറുത്തു കൊണ്ടുവരുന്ന ഒരുപാട് തലകളുണ്ടായിരുന്നു. ശേഷം ഇപ്പോൾ മുറിച്ചു കൊണ്ടുവന്ന തലയുണ്ടല്ലോ, അതിലേക്ക് അവൻ്റെ കാമം തീർക്കും. അതിനുശേഷം അയ്യോ ഞാൻ തെറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ആ കൂട്ടിനുള്ളിലേക്ക് പോയി കിടക്കും. അതിനുശേഷം ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഈ സൈക്കോ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവൻ്റെ രണ്ടാനമ്മയും അവളുടെ മകളും ആ കൂട്ടിലിട്ടായിരുന്നു ഇവനെയും വളർത്തിയിരുന്നത്. അവനെ ഒരുപാട് ക്രൂരമായി അവർ ദ്രോഹിക്കുമായിരുന്നു. അടുത്ത മർഡറിന് റെഡിയായിട്ട് അവൻ വാളും അതുപോലെ ബാഗും എടുത്തിട്ട് പുറത്തേക്ക് പോകുന്നു. ശേഷം സിറ്റിയിൽ നിന്ന് ഒരു പെണ്ണിനെ അടിച്ച് വലിച്ചഴച്ച് അവൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ പെട്ടെന്ന് ആ പെണ്ണിന് ബോധം വരികയും അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയും ചെയ്യുന്നു. അവൾ പോയിട്ട് ഒരു കുഴിയിലേക്കാണ് വീഴുന്നത്. ആ കുഴിയിൽ എന്തൊക്കെയാണെന്ന് കണ്ടപ്പോൾ അവൾ ഞെട്ടിത്തരിച്ചുപോയി. ഒരുപാട് കാലങ്ങളായിട്ട് ഇവൻ കൊന്നു തള്ളിയ ഓരോരുത്തരുടെയും ശവശരീരങ്ങൾ അവിടെ അഴുകിക്കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ അവളുടെ തല അറുത്ത് ആ ശരീരത്തിൽ എൻജോയ് ചെയ്തു അവൻ. അതിനുശേഷം വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക്. ആ രണ്ടാനമ്മ ഇവന് ഒരു മുയലിനെ ജീവനോടെ അറുത്ത് പച്ചയ്ക്ക് തിന്നാൻ കൊടുക്കുന്നു. അത് ഭക്ഷിച്ചാണ് അവൻ വളർന്നത്. അടുത്ത കൊലപാതകത്തിന് റെഡിയാകുന്ന അവൻ ഒരു പബ്ബിൽ ജോലി ചെയ്യുന്ന സ്ത്രീയെ അന്വേഷിച്ച് ആ പബ്ബിലേക്ക് തന്നെ പോകുന്നു. അതിൻ്റെ ഓണറെ കൊന്നതിന് ശേഷം അവളെയും കൊല്ലാൻ വേണ്ടി തുരത്തുന്നു. അവളെ അവസാനം പിടിച്ച് ഒരുപാട് നരകിപ്പിക്കുന്നു. അതിനുശേഷം അവളെയും കൊന്ന് ആ ബോഡിയും എടുത്ത് വീട്ടിലേക്ക് പോകുന്നു. വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിനുള്ള നേരമാണ്. ഈ സമയത്ത് ആ രണ്ടാനമ്മയുടെ മകള് ഇവനെ ആ കൂട്ടിലിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞ് ആ കൂടിൻ്റെ മുകളിൽ കയറി നിന്ന് അവൻ്റെ മുകളിലേക്ക് മൂത്രമൊഴിക്കുന്നു. കാണുമ്പോൾ അവളും സൈക്കോ ആണെന്ന് തോന്നുന്നു. അടുത്ത കൊലപാതകത്തിന് റെഡിയായി നേരത്തെ കൊന്ന ആ പെണ്ണിലെ അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി അവളെയും അവളുടെ കാമുകനെയും അടിച്ച് വലിച്ചഴച്ച് കൊണ്ടുവരും. ആ പെൺകുട്ടിക്ക് ബോധം വന്നപ്പോൾ അവൾ കാണുന്നത് അവളുടെ ഫ്രണ്ടിൻ്റെ തലയും ശരീരവും വെവ്വേറെയാക്കി ഡൈനിങ് ടേബിളിൽ വെച്ചിരിക്കുന്നതാണ്. മാത്രമല്ല അവളുടെ കാമുകനെ നഗ്നനാക്കി കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ് അവളുടെ മുന്നിൽ. ആ സൈക്കോ അവളുടെ കാമുകനെ തന്നെ ടോർച്ചർ ചെയ്യാൻ പറഞ്ഞിട്ട് കയ്യിൽ കത്തി പിടിച്ച് ബലമായി അവൻ്റെ ശരീരത്തിലൂടെ ആ കത്തി കുത്തി വലിച്ചിറക്കുന്നു. അവളത് തടുക്കാൻ ശ്രമിക്കുമ്പോൾ അവളെ തള്ളി മാറ്റിയിട്ട് അവൻ്റെ ലിംഗം ഇവൻ തന്നെ അറുത്ത് മാറ്റുന്നു. അതിനുശേഷം വീണ്ടും അവളെ ബലമായി പിടിച്ച് കത്തി അവളുടെ കയ്യിൽ പിടിപ്പിച്ചിട്ട് കാമുകനെ കുത്തി കൊല്ലാൻ പറയുന്നു. അപ്പോൾ കാമുകനും പറയും, എന്നെ ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടുത്തി, നീ എന്നെ കുത്തി കൊന്നേക്കെന്ന്. അവളും അവനെ കുത്തി 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 കൊല്ലുന്നു. അതിനുശേഷം അവൻ അവളുടെ കണ്ണുകൾ തുരന്നെടുത്ത് ഭക്ഷിക്കും. ശേഷം അവളുടെ കഴുത്ത് വാളുപയോഗിച്ച് അറത്ത് അതിൽ നിന്ന് ചീറ്റിത്തെറിക്കുന്ന രക്തത്തിൽ കുളിച്ച് അത് തന്നെ കുടിച്ച് അവൻ ആഹ്ലാദിക്കും. അതിനുശേഷം ആ വെട്ടിയ തലയുടെ ഉള്ളിലേക്ക് അവൻ കാമം തീർക്കും. ഈ സീൻ സിനിമയിലെ ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയ സീനിൽ ഒന്നാണ്. അതിനുശേഷം അവൻ മുൻപ് അറുത്തെടുത്ത 2 തലകളെടുത്ത് ഡൈനിങ് ടേബിളിൽ വെക്കും. അത് അവൻ്റെ രണ്ടാനമ്മയുടെയും അവളുടെ മകളുടേതുമാണ്. അതിനുശേഷം ഫ്ലാഷ് ബാക്ക് കാണിക്കും. ആ
സ്റ്റെപ്പ് സിസ്റ്റർ അവനെ അവളുടെ കൂടെ ഉല്ലസിക്കാൻ വേണ്ടി വിളിക്കുന്നു. പക്ഷെ അവൻ പേടിച്ച് കൂട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നില്ല. പക്ഷെ അവൾ തന്നെ ആ കൂട് തുറന്നു കൊടുക്കും. അതിൽ നിന്നും പുറത്തു വന്ന അവൻ അവളെ കൊന്ന് അവളുടെ കണ്ണ് തുരന്നെടുത്ത് ഭക്ഷിക്കും. ഇത് കണ്ടുവരുന്ന അമ്മ അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവളെയും കുത്തിക്കീറും. അതിനുശേഷം രണ്ടാം അമ്മയെ എടുത്തുകൊണ്ടുപോയി ഡൈനിങ് ടേബിളിൽ കിടത്തി ആടിനെ അറക്കുന്ന പോലെ അവളുടെ തല അറുത്തറുത്ത് മാറ്റും. അതിനുശേഷം അതിൽ വരുന്ന രക്തത്തിൽ കുളിച്ച് അറുത്തെടുത്ത ആ തല ഉപയോഗിച്ച് സെക്സ് ചെയ്യും. ഇതായിരുന്നു അവൻ്റെ ആദ്യത്തെ അനുഭവം. അതിനുശേഷമാണ് അവൻ ഇത്രയും ക്രൂരനായ ഒരു സൈക്കോയായി മാറിയത്. എല്ലാ കൊലകളും ചെയ്തതിന് ശേഷം അവൻ കണ്ണാടിക്ക് മുന്നിൽ പോയി നിൽക്കുന്നു. അവൻ്റെ മുഖത്ത് മുഖംമൂടി അവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം അവൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ തൊലി അവൻ്റെ കൈകൊണ്ട് തന്നെ വലിച്ച് കീറും. അതിനുശേഷം ഇറച്ചിയും എടുത്ത് കളഞ്ഞ് ഇപ്പോൾ അവൻ്റെ മുഖം കാണാൻ വെറും അസ്ഥികൂടം പോലെയാണുള്ളത്. ആ അസ്ഥികൂടം പൂർണ്ണമായും പുറത്ത് കാണുന്ന രീതിയിൽ തന്നെ അവൻ ആ കൂട്ടിനുള്ളിലേക്ക് കയറിയിരിക്കും. പക്ഷേ ഇത്തവണ അവൻ കരയുന്നില്ല. പൂർണ്ണമായും ഒരു കാമ പിശാചായി അവൻ മാറിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പല സീനുകളും കട്ട് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പറഞ്ഞ് കേട്ടിട്ടും ധൈര്യം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കണ്ടു നോക്കുക. അപ്പോൾ ഇത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ